ഇനിയിപ്പോൾ അങ്ങോട്ട് ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളെല്ലാം ലീവാണ്. അതുകൊണ്ട് രണ്ടാൾക്കൊരു പണിയില്ല. അപ്പോൾ തെണ്ടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സംഭവം ഡിസംബർ മാസമൊക്കെ ആണെങ്കിലും രാവിലത്തെ തണുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ ചൂടാണ്. അങ്ങനെ ഉഷ്ണം സഹിക്കാൻ വയ്യാതെ നമ്മുടെ തെണ്ടലിനിടയിൽ നമ്മൾ കുറച്ച് വെള്ളം കടിക്കാൻ കയറി. ഇവിടെയാണെങ്കിൽ നമുക്ക് നല്ല കോഴിക്കോടൻ മിൽക്ക് സർബത്ത് കിട്ടുന്ന ഒരു കട. സാധാ സർബത്തിൽ നിന്നും കുറച്ച് തിക്കായിട്ടുള്ള സർബത്താണ് പുള്ളിക്കാരെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ചേരം ക്ഷമ കെട്ടുന്നുണ്ടെങ്കിലും ഒടുവിലെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടും. ഒരു രൂപയുടെ ഒരു ഗ്ലാസിന് കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അക്കത്തെ ദാഹം ക്ഷീണവും കാരണം ഒറ്റയടിക്കുന്ന സംഭവം കുടിച്ച് അതൊക്കെ കുടിച്ച് പിന്നെ തണ്ടല കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ ഏകദേശം ഉച്ചയ്ക്കാണ്. നല്ല വിഷം. നമുക്കൊരു ഊണ് കഴിക്കാൻ പോയാലെന്ന് ചോദിച്ചൊരു ചെങ്ങായി വിളിക്കണം കേട്ടോ. അങ്ങനെ നല്ലൊരു ഊണ് എവിടെ കിട്ടുമെന്ന് തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് കാണുന്നത്. ഇവിടെയാണെങ്കിൽ ഇലയിലാണ് സദ്യ. പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ കയറി അങ്ങ് ഇരുന്ന പടം തന്നെ ചേട്ടൻ കൊണ്ടുവന്ന് ഇല വെച്ചു. പിന്നെ അതിലേക്കുള്ള മറ്റ് സാമഗ്രികളും ഓരോന്നായി കൊണ്ടുവരാൻ തുടങ്ങിട്ടോ. അവസാനം നമ്മുടെ ചോറും വന്ന്. സത്യം പറഞ്ഞാൽ ഓണം കഴിഞ്ഞതിന് ശേഷം ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഒരു ഊണ് കഴിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഈ ഒരു ഹോട്ടലിന്റെ എക്സാക്ട് ലൊക്കേഷൻ വേണ്ടവരെ നമുക്കൊന്ന് DM ചെയ്താൽ മതി. അങ്ങനെ ഫുഡൊക്കെ വയർ നിറച്ച് കഴിച്ച് അതിനോടൊപ്പം കിട്ടിയ പായസം കൂടി കുടിച്ച് റാഹത്തായിട്ട് നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചിട്ടോ.